ഒരു ദിവസം 5 മണിക്കൂറിൽ കൂടുതൽ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടുനോക്കൂ. എന്തിനാണ് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോണുകൾ യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ശല്യമില്ലാതെ പാട്ടുകൾ കേൾക്കുവാനും വീഡിയോകൾ കാണുവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. എന്നാലും ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോണുകളുടെ അമിതമായ ഉപയോഗം കാരണം ചിലർക്കെങ്കിലും തലകറക്കമോ തലവേദനയോ അല്ലെങ്കിൽ ചെവിയിൽ സമ്മർദ്ദം പിന്നെ കേൾവിക്ക് കുറവ് ഇതെല്ലാം ഉണ്ടാകുന്നു. ഇതുമായി ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. എന്താണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ? ഒരു ദിവസവും നൂറുകണക്കിന് ശബ്ദങ്ങളെ ഡീകോഡ് ചെയ്യുവാൻ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചു വരുന്നു. ബേസിക്കലി പറഞ്ഞാൽ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്നത് ചെവിക്ക് കേൾക്കുവാൻ സാധിച്ചാലും കേട്ട ശബ്ദത്തെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശബ്ദങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ സംഭാഷണങ്ങൾ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, നിർദ്ദേശങ്ങൾ പിന്തുടരാനുള്ള ബുദ്ധിമുട്ട്, സമാനമായ ശബ്ദങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, കേട്ട കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാമാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ മൂലം ഉണ്ടാകുന്നത്. ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയെ നമുക്ക് പരിധിയിലാക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഒരു ന്യൂറോളജിസ്റ്റിനെയോ ഓഡിയോളജിസ്റ്റിനെയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. BBC-യുടെ റിപ്പോർട്ട് പ്രകാരം ജോലിയുടെ ഭാഗമായി 5 മണിക്കൂറിൽ കൂടുതൽ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺ യൂസ് ചെയ്ത യുവതിക്ക് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു രോഗനിർണയത്തിന്റെ കാരണം അജ്ഞാതമാണ്. നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോണുകൾ 5 മണിക്കൂറിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാകാം ഈ ഒരു രോഗത്തിന് കാരണമെന്ന് അവരുടെ ഓഡിയോളജിസ്റ്റ് വിശ്വസിക്കുന്നു. ഇതിനോട് മറ്റ് ഓഡിയോളജിസ്റ്റുകളും കൂടി യോജിക്കുന്നു. എന്നാൽ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് കൊണ്ട് ഈ ഒരു രോഗം വരുന്നു എന്നതിന് യാതൊരുവിധ സയന്റിഫിക് ബേസിസും ഇല്ല. പലപ്പോഴും ഞാനാണെങ്കിൽ പോലും രാത്രി ഉറങ്ങുമ്പോൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് ഉറങ്ങിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി നേരം ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടും കൃത്യമായ ഇടവേളകളിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേൾവിക്ക് നല്ലത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ.